ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ മുഴുവൻ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ കൃത്യമായി കെയർ ചെയ്യാതിരുന്നാൽ നാളെ കോടതിയിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടിക്ക് ഇപ്പോൾ ഒരു സാധാരണ ബസ് ഇറങ്ങണമെങ്കിൽ 40 ലക്ഷം രൂപ, എ സി ഇല്ലാത്തൊരു സാധാരണ ബസ് ഇറങ്ങി 48 ലക്ഷം രൂപ. ഇതൊരു 33 രൂപയ്ക്ക് എ സി ഇല്ലാത്ത വണ്ടി വരും. ഈ വണ്ടി നമുക്കൊരു 38 രൂപയ്ക്ക് താഴെയായിട്ട് എയർ കണ്ടീഷനുള്ള വണ്ടി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വില മാർക്കറ്റ് വില 38 പക്ഷേ ഞങ്ങൾക്ക് KSRTC ആകുമ്പോൾ വേറൊരു റേറ്റിൽ കിട്ടും എന്ന് ബൾക്ക് പർച്ചേസാണ് റേറ്റ്. അപ്പോൾ നമുക്ക് ലാഭമാവാം പെട്ടെന്ന് തന്നെ. കാരണം 3.5 കോടി രൂപയുടെ ഒരു 2.5 കോടിയോ 3.5 കോടിയിലേക്ക് ഒരു വലിയ എയർ കണ്ടീഷൻ ബസ് വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇതായിരിക്കും. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണിത്. അല്ലാതെ തീരുമാനമായിട്ടുള്ള സ്വിഫ്റ്റിനും വാങ്ങുന്നുണ്ട്, KSRTCക്കും വാങ്ങും. KSRTC ജീവനക്കാരെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ 18 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. സ്ക്രാപ്പ് ചെയ്ത് വരുമ്പോൾ KSRTC ജീവനക്കാർക്ക് അവരെ ജോലിയില്ലായിരുത്തി ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഡിപ്പോകൾ ഓടാൻ വേണ്ടി നമ്മുടെ മലയോര മേഖലയിൽ എല്ലാ ഡിപ്പോകളിലും ചെറിയ ബസ്സുകൾ വാങ്ങുന്നു. അത് കുറച്ച് ലെങ്ത് കുറവായിരിക്കും, ചെറിയ ബസ്സുകളാണ്. അതിൻ്റെ നമ്പർ കൂട്ടും. അപ്പോൾ ബസ്സിൻ്റെ നമ്പർ കൂടും. അതുപോലത്തെ പഴയ ബസ്, ചെറിയ മിനി ബസ് വാങ്ങുകയാണ്. മിനി ബസ് വാങ്ങിയിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് സ്കൂട്ടർ വാങ്ങിച്ചു. അവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ്, ബസ്സിലേക്ക് ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ പീക്ക് ടൈമിൽ കൂടുതൽ വണ്ടി വിടും, പീക്ക് ടൈം അല്ലാതെ കുറച്ച് വണ്ടി വിടും. അപ്പോൾ നമുക്ക് നഷ്ടമില്ല. കാരണം ഈ 4 സിലിണ്ടർ എഞ്ചിനിലേക്ക് വരുമ്പോൾ മൈലേജിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഈ വണ്ടി തന്നെ എയർ കണ്ടീഷൻ ആണെങ്കിൽ അവർ പറയുന്ന 6-6.5 കിലോമീറ്റർ കിട്ടുന്നതാണ്. അല്ല, വായ്പ എടുക്കാതെ വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. കാരണം വായ്പ എടുക്കുന്നത് KSRTC സംബന്ധിച്ച് ഒരു നല്ല കാര്യമല്ല. കാരണം കഴിയുന്നതും വായ്പ എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ലക്ഷ്യം. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഞങ്ങൾ ഇതിൻ്റെ പലതും മാർക്കറ്റ് ചെയ്യാനുണ്ട്. ഈ കടകൾ തന്നെ പല സ്ഥലത്തും കൊടുക്കാനുണ്ട്. പണി തീരാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റായിട്ട് തന്നെ ഒരു വലിയ തുക കിട്ടും. ആ തുക എല്ലാം വണ്ടി വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പ് വിറ്റ പൈസയിൽ നല്ലൊരു ശതമാനം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ജീവനക്കാരുടെ ബാങ്ക് ലോണുകൾ അടയ്ക്കാതെ കിടക്കണം 2018 മുതൽ. അത് നല്ലൊരു ശതമാനം അടയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ 2022 വരെ 22 വരെ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഉടനെ കൊടുക്കും. ഡെയിലി കളക്ഷൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ കടം വാങ്ങാതെ ഇപ്പോൾ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന മിച്ചം മുഴുവൻ ഇപ്പോൾ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിളാണ്. ലോക്കൽ പർച്ചേസ് പരമാവധി കുറച്ചു. എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പുകളിലേക്ക് വന്നു. വർക്ക്ഷോപ്പുകളെല്ലാം കൃത്യമായി ക്രമീകരിച്ചു. സെൻട്രലൈസ്ഡ് വർക്ക്ഷോപ്പ് മാറ്റിക്കൊണ്ട് പഴയ പോലെ ആക്കി എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ. അതായത് ഒരു 860 വണ്ടിക്ക് 886ഓളം വണ്ടികൾ ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ ഷെഡിലായിരുന്നു. വേണ്ട 700-ൽ താഴെ 600-ൽ താഴെ വന്നിരിക്കുകയാണ്. കൊണ്ടുവന്നു പുറത്തേക്ക് എടുത്തു. നമ്മൾ കഴിഞ്ഞ 2-3 മാസം കൊണ്ട് നമ്മൾ ഇനിയൊരു എല്ലാം ഇടിച്ചതും പിന്നെ ഇതിനൊരു ജനറൽ സർവീസിന് കൊടുത്ത പിന്നെ അങ്ങനെയുള്ളതുണ്ടല്ലോ, പീരിയോഡിക്കലായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കയറിയ വണ്ടികൾ ഒഴിച്ച് അതെല്ലാം കൂടി 600 താഴേക്ക് വന്നു. ഇപ്പോൾ മാക്സിമം വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരുപാട് വണ്ടിയുടെ ആവശ്യം വരും. അതിനാവശ്യമായ വണ്ടി എല്ലാം പുതിയതാക്കി റെഡിയാക്കി ഇട്ടിരിക്കുക. ഈ ബസ്സിൽ മാത്രമാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. കയറാൻ വേണ്ടിയാണ് അധിക പൈസ കൊടുക്കണം. റിസർവേഷനിൽ ഒരു 20 രൂപയാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. 20 രൂപ കൂടുതൽ കൊടുത്താൽ ഇപ്പം നമ്മളൊരാൾ കിളിമാനൂരിനും നിലമേലിനും ഇടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ കിളിമാനൂർ ഡിപ്പോയിലേക്ക് പോകണം, അല്ലെങ്കിൽ അടുത്തൊരു ഡിപ്പോയിലേക്ക് ആയൂരേക്ക് പോകണം. ഇത് ചടയമംഗലത്തേക്ക് പോകണം. ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി റോഡ് സൈഡിൽ നിൽക്കണം. വീട്ടിൻ്റെ അവിടെയും പോകില്ല, റോഡ് സൈഡിൽ ഇറങ്ങി നിന്നിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ വണ്ടി ചവിട്ടി കൊടുക്കും.